ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായി 3 മീഡിയം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: 1 കപ്പ് തേങ്ങ തിരുമ്മിയത്, 1 മീഡിയം സവാളയുടെ പകുതി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, 2 ഉണക്കമുളക്, ചെറിയ ഉണക്കമുളക്, പിന്നെ മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, ലേശം ജീരകം കടുക് പൊട്ടിക്കുമ്പോൾ ചേർക്കണം, പിന്നെ കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇത്രയാണ് ഈ തോരന് ആവശ്യമുള്ള സാധനങ്ങൾ. ക്യാരറ്റ് തോരൻ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു തോരനാണിത്. അതിനായി നമുക്ക് ക്യാരറ്റ് ആദ്യം ഒന്ന് പീൽ ചെയ്ത്, ക്യാരറ്റെല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി 2 സൈഡും കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2 ആൾക്കാർക്ക് കഴിക്കാനുള്ള ക്യാരറ്റ് തോരനേ കാണൂ. വളരെ കുറച്ച് മാത്രമേ കാണൂ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ. ഇനി നമുക്കിതൊന്ന് ഇതിൽ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റെല്ലാം ഇതുപോലെ നമുക്ക് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ക്യാരറ്റും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ നല്ല സ്മോളായിട്ട് അരിഞ്ഞിട്ടുണ്ട്, എല്ലാം വളരെ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ക്യാരറ്റ് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കുക. കടായി ഒന്ന് ചൂടാകട്ടെ. കടായി ചൂടായിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിലൊന്ന് ചൂടാകട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഏകദേശം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടിയ ശേഷം 1 നുള്ള് ജീരകം, അത് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, 2 ഉണക്കം, അതൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും എല്ലാം ഒന്ന് ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇപ്പോൾ പിന്നെ നോക്കിയ ശേഷം ചേർക്കാം. സവാളയൊക്കെ ചെറുതായി ഒന്ന് വഴലുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് ഈ ഓയിലൊന്ന് മൂപ്പിക്കും. സവാളയൊക്കെ ചെറുതായി ഒന്ന് വഴലുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടും. ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. തന്നെ നമുക്കൊന്ന് വെച്ച് നോക്കാം. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാം. ഇത് 1/2 കപ്പിൽ താഴെയുള്ള തേങ്ങ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർക്കാം. തേങ്ങ അവിടെ ചേർത്ത് നമുക്കെല്ലാം ഒന്ന് പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന്
തേങ്ങ ഒന്ന് മസാല ഇതിൽ പൊടിക്കട്ടെ. ക്യാരറ്റെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കിയ ശേഷം ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ കുറവാണ്. നമ്മൾ നേരത്തെ 1/2 ടീസ്പൂൺ ഉപ്പേ ചേർത്തുള്ളൂ. ഇപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം തുറന്ന് വെച്ചൊന്ന് വേവിക്കാം. ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഈ തോരൻ ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ആ കറിവേപ്പിലയും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല രുചിയുള്ള ക്യാരറ്റ് തോരൻ റെഡി. എല്ലാവരും ട്രൈ ചെയ്യുക. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇതിൻ്റെ അടപ്പൊന്ന് തുറക്കാം. ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ക്യാരറ്റ് തോരൻ റെഡി.